അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ടാ വിജയകുമാർ? നമ്മൾ കൈരളി ബാൻഡ് സെറ്റ് ഒരു ലേഡി ബ്യൂട്ടി പാർലർ നയിച്ചിരിക്കുന്നത് അവരുടെ ഹസ്ബൻഡിനും വിജയകുമാറിനും ഒരേ സ്റ്റൈലാന്ന് പറയും. എന്തോ തലമുടിയില്ലേ? അതെന്തായാലും എനിക്ക് അറിയത്തില്ല. വിജയകുമാറിന്റെ ഒരു സ്പെഷ്യൽ സ്റ്റൈൽ തന്നെയാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ സന്തോഷം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വിജയകുമാർ ഇനി ഇങ്ങോട്ടാ? അതാണ് നമ്മൾ കൈരളി ബാൻഡ് സെറ്റ് നമ്മൾ ക്രിസ്മസിന് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അവര് ഏത് മലയാളം പാട്ട്, നമ്മൾ ഈ കർണാടക സംഗീതത്തിന്റെ ഒക്കെ നല്ല താളമുള്ള വലിയ പാടാനൊക്കെ ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ പോലും ബാൻഡ് സെറ്റിലൂടെ വായിക്കും. അതിഗംഭീരമായ പ്രകടനം. ഞാനും പ്രജിനും ഉണ്ടായിരുന്നു. ഞങ്ങളത് ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടു. അത് നമ്മൾ പ്രോഗ്രാം ആക്കി പ്രേക്ഷകർ കണ്ടു. അത് ഓണത്തിന് ക്രിസ്മസിന് അവരുടെ ഒരു പെർഫോമൻസിൽ നിന്ന് ഒരു നല്ല ഭാഗം ഈ പാട്ട് ബാൻഡിൽ വായിക്കാൻ ഇളകും. അല്ല, ഈ പാട്ട് ബാൻഡിൽ വായിക്കാൻ പറ്റുമോ എന്ന് ആളുകൾ സംശയം പ്രകടിപ്പിക്കും. അതുപോലൊരു പാട്ടാണ്. അപ്പോൾ കാശ്മി, prepare for a shock. നമ്മൾ please play. പാട്ടും എൻജോയ്മെന്റ് ഒക്കെയാണ്. നമ്മൾക്ക് തുടക്കം നമ്മളുടെ ശ്രീരാഗമോ എന്നൊരു സോങ് നമ്മളുടെ പവിത്രം സിനിമയിലെ ശരത് സാറ് കമ്പോസ് ചെയ്ത പാട്ട്. ഈ കർണാടക സംഗീതത്തിന്റെ എല്ലാ ബേസും ബാൻഡിൽ പറ്റും, ബാൻഡ് സെറ്റിൽ പറ്റുമെന്ന് കൂടി തെളിയിക്കാവുന്നതാണ് ഈ പാട്ട്. അപ്പൊ നമുക്കത് ആസ്വദിച്ചാലോ? അതെ, അതൊന്ന് ആസ്വദിക്കാം. വിജയകുമാറല്ലേ അവിടെ ഒരുപാട് ശരത്തൊക്കെ ഒന്ന് ചിട്ടി കാണും. വലിയ ബുദ്ധിമുട്ടുള്ളതാണല്ലോ പാടാൻ തന്നെ, വലിയ ബുദ്ധിമുട്ടുള്ള വിജയകുമാർ ഇനി